ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാമും അസ്രായിൽ അലൈഹിസ്സലാമും ഒരു സമയം ഒരു സദസ്സിൽ വെച്ചുകൊണ്ട് കണ്ടുമുട്ടിയപ്പോൾ ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് ചൂണ്ടിക്കാണിച്ചിട്ട് കൊടുത്തു, അസ്രായിൽ അലൈഹിസ്സലാം ആ നിൽക്കുന്ന മനുഷ്യൻ്റെ റൂഹിനെ 3 ദിവസം കൊണ്ട് ഞാൻ പിടിക്കും. ആരാ പറയുന്ന? അസ്രായിലാണ്. അസ്രായിലിൻ്റെ ഡ്യൂട്ടി അതന്നെയാണ്, റൂഹിനെ പിടിക്കലാണ് മൂപ്പരെ പണി. അതുകൊണ്ട് മൂപ്പര് ആരും മൊമെൻ്റ് കൊടുത്ത് ആരും സ്വീകരിക്കൂല. കാരണം മൂപ്പര് പോണോടത്തോട് പോയിക്കോട്ടെ, കാരണം മൂപ്പര് വന്ന ആരെങ്കിലും ഒരാളെ പിടിച്ചിട്ടേ പോവുള്ളൂ. അപ്പം അതുകൊണ്ട് നമുക്ക് ആർക്കും താല്പര്യം റൂഹിനെ പിടിക്കാനില്ലല്ലോ. ഒരു ദിവസം പിടിക്കും. അള്ളാഹു ആക്കിബത്ത് അള്ളാഹു നന്നാക്കി തെരുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞതനുസരിച്ചുകൊണ്ട് 3 ദിവസം കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ്റെ റൂഹ് പോകുന്നത് ഇങ്ങനെ കാണാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ 3 ദിവസം കറക്റ്റ് സമയമായപ്പോൾ റൂഹിനെ പിടിക്കാതിരുന്നപ്പോൾ അസ്രായിൽ അലൈഹിസ്സലാം ഒരു തമാശ പറഞ്ഞതാണോന്ന് ദാവൂദ് നബി അലൈഹി സ്വലാമിന് തോന്നിപ്പോയി അല്ലേ? കാരണം വെറുതെ പറഞ്ഞ, കാരണം ആള് മരിച്ചില്ലല്ലോ. ഇപ്പം ഇന്നലെ നല്ല കാറ്റും മഴയുമായിരുന്നു. അത് ഏൽപ്പിച്ച ഒരു മലായിക്കത്തുണ്ട്. ആരാണ്? മീകായിൽ അലൈഹിസ്സലാം. മൂപ്പര ഡ്യൂട്ടി അതാണ്. ഒരു സെൻട്രിങ്ങിൻ്റെ പണിക്കാരൻ വന്നാൽ മൂപ്പര പണിയെടുക്കണം. ഒരു ആശാരി വന്നാൽ ആശാരിയുടെ പണിയെടുക്കണം. ഒരു പണ്ടാരി വന്നാൽ പണ്ടാരിൻ്റെ പണിയെടുക്കണം. ഓരോരുത്തർക്കും ഓരോ പണിയുണ്ട്. അപ്പം ഇന്നലെ മീകായിൽ അലൈഹിസ്സലാം ഭയങ്കര പണിയായിരുന്നു. എല്ലായിടത്തും മഴ, ഏകദേശം സ്ഥലത്ത് മഴയും കാറ്റുമൊക്കെ അങ്ങനെ ഒന്നായി. ദമാമിലെ ആളുതാ ഇവിടെ ഇരിക്കുന്നത്. അൽഹംദുലില്ലാഹ് നമ്മളെ കസാല ഇത് തന്ന ആളുകളാണ്. അല്ലാഹുവിൽക്കൊക്കെ സന്തോഷം നൽകുമാറാകട്ടെ. അപ്പം അങ്ങനെ 3 ദിവസം കഴിഞ്ഞപ്പോൾ റൂഹിനെ പിടിക്കാതിരുന്നപ്പോൾ ചോദിച്ച്, എന്താണ് ഇപ്പോൾ ഇത് പിടിക്കുക? പിന്നെ അസ്രായിൽ അലൈഹിസ്സലാം ദാവൂദ് അലൈഹിസ്സലാം പിന്നെ കണ്ടുമുട്ടിയപ്പോൾ ചോദിച്ചു, അല്ല അസ്രായിലെ, ഇങ്ങളല്ല അയാൾ മരിച്ചെന്ന് പറഞ്ഞാൽ മരിച്ചിട്ടില്ലല്ലോ. അയാളെ പിന്നെ നോമ്പുറപ്പിച്ചാനൊക്കെ പിന്നെയും കണ്ടീനി, സമൂസക്ക് തല്ലുണ്ടാക്കാൻ അയാളെ പിന്നെ ഞാൻ കണ്ടീനിയല്ലോ എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി സ്വലാമിനോട് അസ്രായിൽ പറഞ്ഞു കൊടുത്തു, അദ്ദേഹത്തിൻ്റെ റൂഹിനെ പിടിക്കാൻ എല്ലാ പേപ്പർ വർക്കും ക്ലിയറായി. റൂഹിനെങ്ങനെ പിടിക്കേണ്ട സമയം എങ്ങനെ ആയപ്പോൾ കറക്റ്റ് 12:12 ഉദാഹരണമായി ആയപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു ഓർഡർ വന്നു, അദ്ദേഹത്തിൻ്റെ റൂഹിനെ ഇപ്പോൾ പിടിക്കണ്ട, അദ്ദേഹത്തിൻ്റെ റൂഹിനെ ഇൻഷാ അള്ളാഹ് 20 കൊല്ലം കഴിഞ്ഞിട്ട് പിടിച്ചാൽ മതി എന്നൊരൊറ്റ വിവര കിട്ടുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ റൂഹിനെ അപ്പോൾ പിടിക്കാതിരിക്കാൻ 20 കൊല്ലത്തെ ആയുസ് നീട്ടിക്കെട്ടാനുള്ള ഒരു പണി അദ്ദേഹം മരിക്കാൻ നേരത്ത് ചെയ്തു. അത് പറയണോ? എല്ലാവർക്കും ആയുസ് എല്ലാവർക്കും ആ താല്പര്യമുള്ള സാധനമാണല്ലോ. അതുകൊണ്ട് എങ്ങനെങ്കിലുമൊക്കെ ആവാം. അതുകൊണ്ട് കേട്ടാൽ പിന്നെ നിങ്ങൾ അങ്ങനെ തന്നെ ആവണം ഇൻഷാ അള്ളാഹ്. എന്താണ് അമല്? അദ്ദേഹം പിണങ്ങി നിന്നിരുന്ന, തെറ്റി നിന്നിരുന്ന ഒരാളോട് ചെന്നിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു എന്ന് പറഞ്ഞപ്പോൾ വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു എന്ന് തിരിച്ച് ഇങ്ങോട്ടും പറഞ്ഞപ്പോൾ അല്ലാഹു തആല 20 കൊല്ലത്തെ ആയുസിനെ നീട്ടിക്കൊടുത്തു. അതുകൊണ്ട് നമ്മളെല്ലാവരും ഇൻഷാ അള്ളാഹ് പിണങ്ങി നിൽക്കുന്ന ആളുകളോടൊക്കെ നന്നാവുക. അൽഹംദുലില്ലാഹ് ഭാര്യ ഭർത്താവിനോട്, കുടുംബത്തിനോട്, അയൽവാസികളോട്, നാട്ടുകാരോട്, സ്വന്തം കടയിൽ നിൽക്കുന്ന ജോലിക്കാരന് ഉൾപ്പെടെ എല്ലാവരോടും ഇൻഷാ അള്ളാഹ് വിശാലതയുള്ള മനസ്സിൻ്റെ ഉടമകളായി മാറുമ്പോൾ അള്ളാഹു നമുക്ക് ആയുസ്സിനെ വർദ്ധിപ്പിച്ചു തരും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.